നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യം തന്നെ വെള്ളി വീണു ഗൈസ്, സോറി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വെള്ളിയാഴ്ചയല്ലല്ലോ, വെള്ളി വീണോണ്ടിരിക്കണേ. ഇന്ന് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുഡിംഗ് ആണ്. എന്ത് പുഡിങ്? കരിക്ക് കൊണ്ടുള്ള പുഡിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്ന വിധം എല്ലാം ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നു. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം. ബാ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചൈനീസ് ഗ്രാസ് ഇല്ലേ, ആ സാധനം പൊട്ടിച്ചത് ഉണ്ടായിരുന്നല്ലോ, ഇതാന്ന് തോന്നുന്നുണ്ട് പൊട്ടിച്ചത്. ഇതൊരു 5 ഗ്രാം നമ്മളൊന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് അലിയിച്ചെടുക്കണം. ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കുറേ പാത്രങ്ങളൊന്നുമില്ല, 2-3 പാത്രങ്ങളുള്ളൂ. പക്ഷേ ചിലവരൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട് നല്ല ചില്ലിൻ്റെ ഒക്കെ പാത്രം. ഇത് ഇവിടെ ഇല്ല. എൻ്റെ അമ്മ പറയാ പാത്രങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു മേടിച്ച് വെച്ചോടെന്ന് ചോദിച്ചപ്പോൾ എന്നെ 2 ആട്ട്. അത് കേട്ടപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിലാച്ചു. നമ്മളുള്ള പാത്രങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, പാത്രങ്ങൾ കഴുകണ്ട പിന്നെ അത് മതി, അത് വേറെ കാര്യം. അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്യാസ് ഇവിടെ വൃത്തിയാക്കിയിട്ട പോലെ തന്നെ തിരിച്ചു കൊടുക്കണം എന്ന്. അതൊക്കെ നമ്മൾ കേൾക്കണ്ടേ, പറഞ്ഞ അനുസരിക്കണ്ടേ. അപ്പോൾ നമ്മളിതൊരു 5 ഗ്രാം ഇടട്ടെ കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ഈ പാത്രം വീഴും. അത് നമ്മളിങ്ങനെ സുരക്ഷിതമായിട്ട് ഇവിടെ വയ്ക്കണം തിരിച്ച്. 5 ഗ്രാം എന്ന് പറഞ്ഞതിൻ്റെ പകുതിയാണ് കേട്ടോ. കിട്ടണില്ലല്ലോ, എന്തിട്ടത്? ചൈനീസ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇതിടാം, ഇതാണ് ഇതിൻ്റെ പകുതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഇങ്ങനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കേട്ടോ, ഇതധികം എന്താ പറയുക, മുങ്ങി കിടന്ന് നീന്തണ്ടെങ്കിൽ കിടന്നിട്ട് കുറച്ച് വെള്ളം വെച്ചാൽ മതി. നമ്മൾ സ്പൂണിലാക്കിയിട്ട് ഒഴിക്കാം, അതായിരിക്കും ബെറ്റർ. നമ്മളിത് നേരത്തെ ഞാൻ അങ്ങനെ തന്നെ ഇടുക ചെയ്തത്, അങ്ങനെയല്ല ഇടണ്ടേ. ഇത് നമുക്കിങ്ങനെ കൈ കൊണ്ടൊക്കെ പൊളിച്ചിട്ടാൽ മതി. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ അങ്ങനെ വിചാരിച്ച് കൈ കൊണ്ടൊക്കെ പൊളിച്ചിടുക. ചെറുതാക്കി പൊളിച്ചിട്ടല്ലേ പെട്ടെന്നാവുമല്ലോ. നല്ല രസമുണ്ട്. ഞാൻ ഈ ഗ്യാസ് വല്ല സോയിലുണ്ട്, അത് മര്യാദയ്ക്ക് ഇരിക്കും. പാത്രം സോയിലുണ്ടോ? ഗ്യാസ് അല്ല. ഇതെന്തൊരു സാധനം ഞാൻ ഇപ്പോഴായിട്ടൊക്കെ കാണണേ. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാലും ഇതിൽ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ വെച്ച് പൊളിച്ചിട്ടു. ഇതിനെന്താ സ്മെല്ല്? ഒരു വൃത്തിയായിട്ട് മണ. ഇതാണോ ചൈനീസ് ഗ്രാസ്? പൊട്ടമണാണ് കൈ സത്യത്തിൽ. ഇതൊക്കെയാണ് കഴിക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ചും കൂടി ഒഴിക്കുക, കുറച്ചും കൂടി ഒഴിക്കുക. ഇത് നമ്മളേ സ്പൂൺ കൊണ്ട് ഒഴിച്ചാൽ നിൽക്കി നടക്കില്ല എന്ന് മനസ്സിലായി. ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ഒഴിക്കാം. നമ്മളിത് നന്നായി ഡിപ്പ് ചെയ്തിടണം കേട്ടോ. ഇത് തിളപ്പിക്കാനുള്ളതാണ്. ഇതൊന്ന് കുറച്ച് മുങ്ങിക്കിടന്നോട്ടെ. മുങ്ങിക്കിടന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീന്തി കളിക്കണ്ട, കറുത്ത് പാകത്തിലുള്ള മുങ്ങിക്കിടത്തൽ മതി. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ. കരിക്ക് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കരിക്കിൻ്റെ വെള്ളം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം മാത്രമുള്ളപ്പോൾ നിറച്ച് വെള്ളം കിട്ടും, അല്ലെങ്കിൽ വെള്ളവും കാമ്പും കൂടിയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളത്തിൻ്റെ ഇത് വാങ്ങി, അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു കരിക്ക് വാങ്ങിയിട്ട് അതിലെ കരിക്ക് മൊത്തം ഞാൻ കുടിച്ചു, ആ കരിക്കിൻ്റെ വെള്ളം. എന്നിട്ട് ഈ സാധനം മേടിച്ചു, ഇതിൻ്റെ തിന്നണ സാധനം. ഓക്കെ, ആ സാധനം നമ്മളിത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒന്ന് ജസ്റ്റ് അരിഞ്ഞിട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിക്കണം. മിക്സിയിൽ ഇട്ടടിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മിക്സിയിൽ പെട്ട് കഴിഞ്ഞാൽ മിക്സി നാശാവും. അപ്പോൾ എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് അടിക്കുക മിക്സിയിലിട്ടിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ എടുത്ത് കളയണം. ഓക്കെ, ഇതൊന്ന് നമുക്ക് ജസ്റ്റ് അരിഞ്ഞിടാം കേട്ടോ. നമ്മളിത് പൊട്ടിച്ചിട്ട് ഇതിലേക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണം കേട്ടോ. നമ്മളിത് ഒഴിച്ച് വയ്ക്കുമ്പോൾ അയ്യോ തുള്ളി പോലും പുറത്ത് പോയത്. എന്താ നല്ല വലിയ കരിക്കിന് 50 രൂപ. അമ്മ കുറച്ച് കരി കുടിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തൊട്ട് പോരുത്, ഉണ്ടാക്കിയിട്ട് കുടിക്കാന്ന് പറഞ്ഞു. ഇത് നമുക്ക് തകിയില്ല, അല്ലെങ്കിലേ കൊടുത്തു വിട്ടാന്നിട്ട് നിങ്ങൾ പറയും എൻ്റെ അമ്മയ്ക്ക് കൊടുത്തില്ല അവൾ കരിക്കും ചോദിക്കും. പക്ഷേ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു, അത് വേറെ കാര്യം. 2 കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിലൊരു കവർ അമ്മയെ കുടിച്ചത്. നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലിട്ട് അടിക്കട്ടെ കേട്ടോ. ബാ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് എന്തൊക്കെ കുറച്ച് വെള്ളവും കരിക്കും കൂടി ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അടിച്ചിട്ട് വരാം. ഓക്കെ, നമ്മളിതാ അരച്ച് നന്നായി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു തരി പോലും മറ്റേ അതിൻ്റെ പൊടി പോലും കാര്യങ്ങളൊന്നും ഇല്ലാതെ പേസ്റ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ഈ കരിക്കിൻ്റെ ഈ വെള്ളമല്ലേ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അലിയുമ്പോൾ നമുക്ക് ആ കരിക്കിൻ്റെ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ചൂടാക്കണം കേട്ടോ. അത് ചെയ്യാം. ബാ. നമ്മൾ ഗ്യാസ് മണം വരുന്നുണ്ടല്ലോ, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഈ ജലാറ്റിനല്ലേ, അല്ല സോറി ആൾ മാറി, ഇത് ചൈന ഗ്രാസ് ഇല്ലേ, അത് നന്നായിട്ടൊന്ന് വെള്ളം പോലെ ആവണം കേട്ടോ. നന്നായിട്ട് അതിൽ ഉരുകണം. അത് എന്നിട്ട് നമ്മുടെ ഈ കരിക്കിൻ്റെ വെള്ളമല്ലേ, ആ കരിക്കിൻ്റെ വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി സെറ്റാക്കിയിട്ട് പഞ്ചസാര ഇട്ട് ഇളകണം കേട്ടോ. പഞ്ചസാര ഇട്ട് ഇളക്കി സെറ്റാക്കി ഒരുവിധമാവണം. ഓക്കെ,
ഗൈസ് ഇളക്കി നമ്മുടെ കൈ ഇങ്ങനെ ഇവിടെ തന്നെ ആവും തോന്നുന്നുണ്ട്. എൻ്റെ കൈ കഴിക്കും. നമ്മൾ സഹിച്ച് പിടിച്ച് നമ്മളിങ്ങനെ ഇളക്കണം. നമ്മുടെ അഭിമാനം, എൻ്റെ അമ്മയുടെ മുമ്പിലുള്ള എൻ്റെ അഭിമാനം എനിക്ക് ഇന്ന് എൻ്റെ പുഡിങ്ങോടുകൂടി കാണിച്ചു കൊടുക്കണം. ഞാൻ നന്നായി ഉണ്ടാക്കും എന്നുള്ളത്. എന്താവുക അതൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് നോക്കാം. ഇത് നന്നായി വരണ്ടേ? എന്ത് വരുന്നുണ്ട്? ഒന്നും വരണല്ലേ. ഇത് കുറച്ച് കണ്ടാ മണമൊന്നുമില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ മണം പോലെ. അപ്പോൾ നമ്മുടെ ഇത് വെള്ളമായിട്ടുണ്ട് കേട്ടോ. ചൈന ഗ്രാസ് നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള നല്ല ഭംഗിയുള്ള പാത്രത്തിൽ ഒക്കെ സെറ്റായിട്ടല്ലേ. പക്ഷേ ഇത് എൻ്റെ മാതൃകയാകണം. നിങ്ങൾ കണ്ടുപിടിക്കണത് തന്നെ. എൻ്റെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വരുന്നുണ്ടേ. നമുക്കിതിലേക്ക് ആ കരിക്കിൻ്റെ ഒന്ന് ഒഴിക്കണം കേട്ടോ. ഒഴിക്കട്ടെ. വാ, ഗ്യാസ് ഒന്ന് കുറച്ച് വയ്ക്കാം, നല്ലതായിരിക്കും. തുറച്ചു പോയി. യോ പാത്രം വീഴാൻ പോയതാണെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് കേട്ടോ പേടിച്ചത്. നമ്മൾ കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ഇട്ടാൽ മതിയേ. എങ്ങനെയാണ് ചിലർക്ക് മധുരം ഇഷ്ടപ്പെടില്ല, ചിലർക്ക് മധുരം ഇഷ്ടപ്പെടും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ അനുസരിച്ച്, നിങ്ങളുടെ ഒരു പാകത്തിനനുസരിച്ചുള്ള മധുരം ഇട്ടാൽ മതി. എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട്, എൻ്റെ ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് പറയണേ, കമൻറ്റ് ഇടണേ സൂപ്പർ എന്നൊക്കെ. ഒന്ന് ഇളക്കിയിട്ട് പഞ്ചസാര ഇട്ടേ കേട്ടോ. ഓക്കെ. നമ്മുടെ കരിക്കിന് തീരെ മധുരം ഉണ്ടായിരുന്നില്ല. നമ്മൾ മേടിച്ചത് ഈ കഷ്ണങ്ങളാക്കി അത് കരിക്കിനുണ്ടായിരുന്നു. പക്ഷേ വെള്ളം മാത്രമുള്ള മേടിച്ച കരിക്കിന് തീരെ മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഒരു 3 സ്പൂൺ നമുക്ക് പഞ്ചസാര ഇടാം. 3 അല്ല, ഒരു 4 ഇരുന്നോട്ടെ, മധുരം ഉണ്ടായിരുന്നില്ലല്ലോ. 4 സ്പൂൺ ഇട്ടു. നമുക്കൊന്ന് ജസ്റ്റ് അടിതട്ടി ഇളക്കാം. നമ്മളിത് നന്നായി ഇളക്കണം കേട്ടോ. ഇത് ഈ പാത്രത്തിൻ്റെ ഒരു കുഴപ്പമാണ്, ഇങ്ങനെ ചെരിഞ്ഞ കൊണ്ട് നമ്മൾ പിടിച്ചിളക്കിയില്ലെങ്കിൽ ഇത് കമ്മന്നടിച്ച് വീഴും. ഇളക്കിയിട്ട് മധുരം ഉണ്ടോ നോക്കണേ. മധുരം ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഇടണം. പഞ്ചസാര ഇട്ടതും അലിഞ്ഞു പോയി തോന്നുന്നുണ്ട്, പഞ്ചസാര കാണാനില്ല. നമുക്കൊന്ന് മധുരം ഉണ്ടോ നോക്കാം. ഇപ്പോൾ ടേസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയാം. മീൻസ് ചൈന ഗ്രാസ് ഞാൻ ആദ്യമായിട്ട് കഴിക്കണോണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ആ സാധനം ഇഷ്ടമായില്ല. അതിൻ്റെ ഒരു കുത്ത് കുറച്ചുകൂടി മധുരം ഇടാൻ വേണമെങ്കിൽ. മധുരം കുറച്ച് കുറവായിരുന്നു. അപ്പം നമുക്ക് 1 സ്പൂൺ കൂടി ഇടാം. അധികം മധുരം വേണ്ട. ഞാൻ ഷുഗർ ഡയറ്റ് ആണെന്നുണ്ടേ മൊത്തം മധുര. നമ്മൾ 1 സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണേ. പഞ്ചസാര ഒന്ന് പെട്ടെന്ന് തന്നെ അലിയുണ്ട്. പഞ്ചസാര നേരത്തെ ഇട്ട പഞ്ചസാര തന്നെ ഇപ്പം ഒന്നും കാണാൻ, ഇപ്പം ഇട്ടത് തന്നെ കാണാനില്ല. എന്നിട്ടാണ് നേരത്തെ ഇട്ടത്. അലിഞ്ഞു പോണ്ട്. എൻ്റെ ഗ്യാസിൻ്റെ പ്രത്യേകതയാണ്, പഞ്ചസാര ഇട്ടപ്പോഴേക്ക് അലിയും. ഇതൊന്ന് നന്നായി ചൂടാവട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ലാലേട്ടൻ പറയല്ലേ, വെയിറ്റ് ചെയ്താൽ ഒന്നുമില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും, അത്ര തന്നെ. അപ്പോൾ ഗൈസ് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ അമ്മ അങ്ങോട്ട് കിടന്നോളോ. എൻ്റെ ഇടയിൽ കൂടെ ശാരദ ഓടാന്ന് ഓടിക്കോ. ഇല്ലില്ല, കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താ ഓട്ട മത്സരം എവിടെ നോക്കിയാട്ടെ. ഇത് കൂടെ ഒരാൾ ഇപ്പോൾ കങ്കാര് പോണ കാണാട്ടാ. കങ്കാരോട് ഇത് പോണാട്ടാ. വീഡിയോയിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഈ പാത്രം തന്നിട്ട് പറയാം, നല്ല ഭംഗിയുള്ള പാത്രത്തിലാണ് ഞാൻ ഒഴിച്ചു വെക്കണ കണ്ടേട്ടാ. എൻ്റെ അമ്മ ഈ പാത്രം തന്നിട്ട് പറയാം, ഇപ്പോൾ ട്രെൻഡ് ഇതാന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് തന്നു. ഇതിലൊഴിക്കട്ടെ ഞാൻ ട്ടാ. നമുക്കിതൊന്ന് ഒഴിക്കണം. ഇതൊഴിക്കാനായിട്ട് നമുക്ക് അവിടെ വെച്ചാൽ ഒഴിച്ചാലാണ് ശരിയാവുള്ളൂ. അല്ല, ഇവിടെ വെച്ച് ഒഴിക്കാം. ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിവിടെ വെക്കട്ടെ കേട്ടോ. ജസ്റ്റ് നമ്മൾ ഇത് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഒഴിക്കുക. ഇത് റെഡിയാവും. ചിലവർ റെഡിയാവും, ചിലവർ റെഡിയാവില്ല. നമുക്ക് നോക്കാം. ചെല്ലം ആടി നടക്കും പുൽച്ചാടി. ഞാനും ഇതൊരു മൊത്തം തകിയും തോന്നുന്നു അല്ലേ. പുറത്തേക്ക് വരുന്നു തോന്നുന്നുണ്ട്. ലാസ്റ്റ് പുറത്തേക്ക് വരുന്നില്ല. ഇല്ല, റെഡി ആയി. അപ്പോൾ ഒഴിച്ച് വെച്ചിട്ട് ആരെ വാതിലുമ്പോൾ തട്ടിട്ട് നോക്കാം. ഇന്ന് പോയിട്ട് നാളെ വാ ചേച്ചി. എന്താ ഇത് കാണിക്കി? ഇതാ ഇത് നോക്ക്. ഗൈസ് ഇതാണ് എൻ്റെ വീട്ടിലെ കങ്കാരു. കണ്ടു? ഒരു ഫോട്ടോ എടുത്തോ. അപ്പോൾ ഗൈസ് ഞാൻ ഒരാളോട് പാത്രം എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ വലിയ ഡിമാൻഡ് എടുത്ത് തല കുമ്പിളിട്ട് പോയിട്ട് പാത്രം എടുത്തായിരുന്നു.
പാത്രം എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടാ. ഒരു പാത്രം എടുക്കാൻ പറഞ്ഞല്ലോ. ഞാൻ എത്ര വലിയ പണി എടുക്കണേ നോക്ക്. ഇത് ഗ്യാസ് ഇവിടെ ഓണാക്കി ഗൈസ്. നമ്മൾ ഇതിലേക്ക് അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് ഇടാൻ പോവാണ്. നമ്മൾ നേരത്തെ ഒരു പകുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ പകുതി ഈ ഒരു പകുതിയും ഈ ഒരു ഫുള്ളും നമ്മൾ ഇടാൻ പോവാണ് കേട്ടോ. നമ്മൾ എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് വെള്ളമല്ല, നമ്മളിതൊന്ന് പൊട്ടിച്ചിടണം. പൊട്ടിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇത് കഷ്ണങ്ങളായി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. മുങ്ങി കിടക്കണ വെള്ളം ഒഴിക്കാം കേട്ടോ. അങ്ങോട്ടെ നമ്മളിപ്പോൾ ഗ്യാസ് കത്തിക്കാൻ പോവാണ്. ഗ്യാസിനൊരു പറഞ്ഞനുസരണയില്ല. കത്ത് ഗ്യാസേ. കത്തിൻ്റെ നമുക്കിതൊന്ന് ഗ്യാസിൻ്റെ മണം വരുന്നുണ്ട്. പൊട്ടിത്തെറിച്ച് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇതിൽ വല കുച്ചിനേക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് 2 പാക്കറ്റ് നമ്മൾ പാൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. 2 പാക്കറ്റ് പാൽ ഒഴിക്കണം. ഓക്കെ, നമ്മൾ പാലൊഴിച്ചാം. ഇതൊന്ന് ഇങ്ങനെ കിടന്നാവട്ടെ കേട്ടോ. എന്നിട്ട് പാലൊഴിക്കാം. അപ്പോൾ ഗൈസ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് വെള്ളമാവട്ടെ കേട്ടോ. ക്യാമറ ഇതിലേക്ക് വരൂ കേട്ടോ. നമ്മുടെ ചൈന ഗ്രാസ് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വെള്ളം പോലെ വന്നതിന് ശേഷം നമ്മൾ 2 പാക്കറ്റ് പാലില്ലേ അതൊഴിക്കണം കേട്ടോ. അതൊഴിച്ചിട്ടുള്ള ബാക്കി കടിക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം പോലെ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മമ്മയൊക്കെ പാല് ഇങ്ങനെ പൊട്ടിക്കാറ്. അതൊക്കെ നല്ലൊരു നെസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ കത്രി കൊണ്ട് പൊട്ടിക്കാം. ഇപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നിങ്ങൾ പറയണ്ട ഈ പെണ്ണ് വൃത്തിയില്ലേ എന്നുള്ളത്. നമ്മൾ കത്രി കൊണ്ട് പൊട്ടിക്കുക. പൊട്ടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ കത്രി വീണാൽ കാലുമേക്ക് വീഴും. പാലിങ്ങനെ ഒഴിക്കുക. പാലിൻ്റെ കവർ ഇങ്ങനെ എടുക്കണം. അതിലത്തെ പാല് 28 രൂപ ഒരു പാലിന്. ആ പാല് നമ്മൾ തുള്ളി പോലും വേസ്റ്റ് ആക്കരുത്. ഓക്കെ, അപ്പോൾ ഒരു പാക്കറ്റ് കൂടി പാലുണ്ട്, അതുകൂടി നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, അടി പിടിക്കരുത് കേട്ടോ. നമ്മളിതൊഴിച്ച് പാലഭിഷേകൻ്റെ കൈ കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ വിചാരിച്ചു ഇതിൽ 2 പാക്കറ്റ് പാല് കൊള്ളില്ല എന്നാ, പക്ഷേ ഇതിൽ കൊണ്ടു. കൊടുക്കട്ടെ. പാലിങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് പോകും. കുറച്ച് പാല് എനിക്ക് നല്ല പണിയുണ്ട്. ഇവിടെയൊക്കെ വൃത്തിയാക്കണം, അല്ലെങ്കിൽ എൻ്റെ ഷാര തന്നെ ഒന്ന് വെട്ടിക്കൊല്ലും. നമ്മുടെ ഈ പരിപാടിയാണ്. എൻ്റെ അമ്മൂമ്മ ഈ ജനലിൽ ഇങ്ങനെയൊക്കെ ഈ പാല് ചായയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് കവർ ഇങ്ങനെ എടുത്ത് വയ്ക്കും. ആദ്യമൊക്കെ നമ്മുടെ ഈ കുപ്പിപ്പട്ട വറക്കാൻ വരുന്ന ആൾക്കാർക്ക് പാലിൻ്റെ കവറൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. അവർ പൈസയൊക്കെ തരും നമുക്ക്. ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം ആർക്കും വേണ്ട. ഒരു കവർ പോയിട്ട് കുപ്പി പോലും വേണ്ട അവർക്ക്. ചൈനീസ് റിച്ച്. നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കട്ടെ കേട്ടോ. ഓക്കെ, പഞ്ചസാര ഇടണം. അത് മറന്നു ഞാൻ. അതിന് മുമ്പ് വേറെ സാധനമുണ്ട്. ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു സാധനം. മൂക്കടിക്കുന്നുണ്ട്. എന്നെ ആരും കുറ്റം പറയുന്നുണ്ട്. നമ്മളിതൊന്ന് കൈയൊക്കെ ഒന്ന് കഴുകി നമ്മുടെ ഇത് അരച്ച് വെണ്ണ പോലെ അരച്ച് വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ഇടണം. വാ, ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണേ. ആദ്യം കുറച്ചിട്ടിട്ട് നമുക്ക് കുറച്ചൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കട്ട പോലെ അങ്ങനെ നിൽക്കും. കണ്ടോ? ഇളക്കി ആ കട്ടയൊക്കെ അതിലേക്കൊന്ന് അലിഞ്ഞ് ചേരട്ടെ. അലിഞ്ഞ് ചേർന്നതിന് ശേഷമാണ് അയ്യോ അത് പോയി ഗൈസ്. നമ്മളിതിട്ടു ഫുള്ളായിട്ട്. നമ്മളൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മളിതൊക്കെ അരച്ച് ചേർക്കേണ്ടത് വെറുതെ ഒന്നല്ല. പൈസ കൊടുത്തിട്ടില്ല ഇതൊക്കെ മേടിക്കണേ. അപ്പോൾ വേസ്റ്റ് ആക്കാൻ പാടണ്ട. അപ്പോൾ ഓക്കെ, ഇതും വേസ്റ്റ് ആക്കാൻ പാടില്ല. നമുക്ക് തിന്നാം. അപ്പം നമ്മൾ ആ ഒരു ഇളനീരിൻ്റെ കട്ടയുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കേണ്ട വന്നു. എന്താവോ കട്ടയായത്, എൻ്റെ കയ്യിലിരിപ്പുണ്ടാകുന്നു തോന്നുന്നുണ്ട്. 4 സ്പൂൺ പഞ്ചസാര ഇടണം കേട്ടോ. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ടാണ്. നിങ്ങളുടെയൊക്കെ മധുരം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര ഇടേ. നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി, കൂറുണ്ടല്ലോ. 3 4. പണ്ട് ഈ അമ്മൂമ്മയുടെ കഥയിലെ മൊത്തം ഞാൻ പറയണം. പണ്ട് അമ്മൂമ്മ പഞ്ചസാര ചായ വയ്ക്കാൻ പറയുമ്പോഴേ ഞാൻ എണ്ണി ഇടും. അമ്മൂമ്മ ഇടുന്ന
പഞ്ചസാരയുടെ എണ്ണ എനിക്കറിയാം. അപ്പം ഞാൻ അതങ്ങനെ എണ്ണിട്ടിടുക. അമ്മൂമ്മേനെ ഓർമ്മ സ്റ്റൂ ഇതുണ്ടാക്കിയിട്ടാണ് അമ്മൂമ്മ കൊണ്ട് കൊടുക്കാൻ. അമ്മൂമ്മ കഴിക്കാവോ? അമ്മൂമ്മ ഞാൻ ഉണ്ടാക്കുന്നത് പേടിച്ചിട്ടാണ് കഴിയാറ്. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. അടി പിടിക്കരുത്. അടി പിടിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം നമുക്ക്. നന്നായിട്ട് ഇളക്കി 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 അതൊന്ന് കുറുകി ഇങ്ങനെ വരണം. നമുക്ക് ഒന്ന് ജസ്റ്റ് പഞ്ചസാര ഉണ്ടോ നോക്കാം. കരിക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. സാധനം പൊളിക്കും. പഞ്ചസാര കുറവാകും. ഇവിടെ പഞ്ചസാര ഇടണം കേട്ടോ. പഞ്ചസാര കുറവുണ്ട്. 1 സ്പൂണ് 2 സ്പൂൺ ഇടാം നമുക്ക്. പഞ്ചസാര പാത്രത്തിൽ പഞ്ചസാര കഴിയാറായിട്ടുണ്ട്. വരും തോന്നുന്നുണ്ട്. ഇപ്പോൾ താണ്ട വാടിയിട്ട് അവിടെ നിന്ന് ഒരാൾ. പഞ്ചസാര 3 സ്പൂൺ ഇടാം. പഞ്ചസാര മധുരം നല്ല കുറവുണ്ട്. കരിക്കിൻ്റെ ഇതിനും കുറവായിരുന്നു തോന്നുന്നുണ്ട്. 3 സ്പൂൺ മതി. നമ്മൾ പഞ്ചസാര ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. കരിക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് പുഡിങ് ആയാൽ മതി. പുഡിങ് ആവോ എന്താവും നമുക്ക് കണ്ടറിയാം, കേട്ടറിയാം. അപ്പോൾ നമ്മളിതാ ഇതൊന്ന് എൻ്റെ അമ്മയില്ലേ അതിൻ്റെ ഇടയിൽ കൂടെ കീന്നുണ്ട് തറാവുന്നുള്ള പോലെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഞാൻ ഇതിലിട്ട് ഫ്രൈ ആക്കും. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ചൂടാറാനായിട്ട് വെക്കണം കേട്ടോ. ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ചൂടാറാൻ വെച്ചിട്ട് നമ്മളവിടെ ഒരു കിണ്ണത്തിൽ നമ്മുടെ ചൈന ഗ്രാസ് വെച്ചിട്ടുണ്ടല്ലോ, അത് പീസാക്കി വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി അതൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. ഇത് കഴിയട്ടെ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചൈന സാധനം. അപ്പോൾ നമുക്കത് മുറിക്കാം കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിലും അല്ലാതെ പിന്നെ ചെറുതാവും വല്ലാണ്ട് വലുതാവും വേണ്ട, വല്ലാതെ ചെറുതാവും വേണ്ട. അങ്ങനത്തെ ഒരു മീഡിയം ലെവലിൽ മുറിച്ചാൽ മതിയേ. കണ്ടാ കേക്ക് കട്ട് ചെയ്ത് ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ പോവാണ്. നമ്മൾ ആദ്യം ഒന്ന് പരീക്ഷ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നാശമായി പോയി. ഇനി ഇടുക്കലാണ് ഇതിൽ പെടുക. നമുക്ക് എടുത്ത് നോക്കാം. അയ്യോ ഗൈസ്, ഒരു മിനിറ്റ്. നമുക്ക് കത്തി കൊണ്ട് നടപടിയാണല്ലേ. അപ്പോൾ ഇതുകൊണ്ട് എടുത്ത് നോക്കാം. ചിലഭാഗം പൊട്ടി, ചിലവർ റെഡിയാവും എന്ന് പറഞ്ഞില്ലേ ഞാൻ. ചിലവർ റെഡിയാവില്ല. അപ്പം എന്തെങ്കിലും ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്നിട്ട് ഇതെടുത്തിട്ട് അമ്മ റെഡി. എടുക്കുക. അയ്യോ അമ്മ നോക്കുന്നേ. അതിന്റെ ശാരദ വരുന്നുണ്ട് ഗൈസ്. ഇത് ആദ്യം അങ്ങനെ ഇടാ. അമ്മ നോക്കുന്ന കട്ട വാ നോക്ക് കണ്ടാ. നമ്മുടെ ഇത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നന്നായിട്ട് ചൂടാറിയണ്ടേ. കുറച്ച് ഇതിലേക്ക് ഒഴിക്കാം. നമ്മളിത് ഒഴിച്ചൊഴിച്ച് സെറ്റ്. മുകളിൽ കൂടെ ഈ ഒഴിച്ചതിൻ്റെ മുകളിൽ കൂടെ ഉണ്ടല്ലോ ഈ ബാക്കി ഇതിൽ കൊള്ളൊന്നും ഇല്ല. നമുക്ക് നോക്കാം. നമുക്കതേ ഒരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഇടാം. ഇതിലെ വലിയ വലിയ കട്ടകൾ കേട്ടോ. വാവ് നൈസ്. എനിക്ക് കാണുമ്പോൾ തന്നെ എൻ്റെ സാധനം ശരിയായില്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. ഇതിട്ടെ കേട്ടോ. ഓക്കെ. ഇതെന്താ അങ്ങനെ പൊട്ടിപ്പോയെന്നറിയോ? ഇതുപോലെ പൊട്ടിപ്പോയത് കാരണം വേറൊന്നുമില്ല. നമ്മുടെ ചൈന ഗ്രാസ് ചേർത്തതേ ഞാൻ 5 ഗ്രാം അങ്ങോട്ടല്ല ചേർത്തുള്ളൂ. കുറച്ച് നന്നായി ചേർക്കണമായിരുന്നു. എൻ്റെ ബുദ്ധി കാരണം ഞാൻ 5 ഗ്രാമിൽ അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ അതിലുള്ള ഒരെണ്ണം ഫുൾ അങ്ങോട്ട് ചേർത്തോ. എൻ്റെ ഇളനീര് ആ കരിക്കിൻ്റെ വെള്ളം നന്നായിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊന്നും കുറവായിരുന്നു. ഏത് സാധനം? നമ്മുടെ ചൈന ഗ്രാസ്. നമ്മളിതാ ഇത് മൊത്തമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ മിക്സ് ചെയ്ത് വെച്ചാണ് സംഭവം കൂടി മുകളിലേക്കൊന്ന് നന്നായിട്ടിങ്ങനെ ഒഴിച്ചൊഴിച്ച് പുറത്തേക്ക് പോകാണ്ട് നോക്കണം. ഒഴിച്ചൊഴിച്ച് സെറ്റാക്കിയിട്ട് അയ്യോ
സൈഡിൽ കൂടെ പോകണ്ടട്ടാ ഗൈസ്. അമിത ആവേശം കൂടി പോയിരിക്കും. അപ്പോൾ ഇതൊന്ന് പുറത്ത് പോയി ശരിയായതിൻ്റെ സന്തോഷത്തിൽ. പക്ഷെ എന്നാലും ഞാൻ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ്, ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഭംഗിയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കാണാം. ഇത് നമുക്കൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാട്ടാ. ഓക്കെ ബാ. അപ്പോൾ ഗൈസ് അമ്മ ഒന്നും മിണ്ടാണ്ടിരുന്നേ കണ്ട. ഈ അമ്മ ഇപ്പോൾ വീഡിയോ ഓണാക്കിയാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഗൈസ്. അറിഞ്ഞില്ലാന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ നമ്മളിതാ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ തുടച്ചില്ലെങ്കിൽ അവിടെ ഒരു ഭദ്രകാളി ഉണ്ട്. ഇവിടെ എൻ്റെ വീട്ടിലെ ഭദ്രകാളി ഇങ്ങനെ വരും, ജ്വാലാമുഖി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് തുടച്ച് ക്ലീനാക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്നും വരുന്നില്ല എൻ്റെ കയ്യിൽ ഇരിക്കൊണ്ട്. ഇതൊക്കെ അവിടെ കുടുങ്ങി. അമ്മേ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരും അമ്മേ. സാൻ്റെ അതല്ലേ ഇതും കൂടെ നോക്കുവോ? ഇത് പോണില്ലല്ലോ. വാ വാ. അയ്യോ ഐശ്വര്യ കാണിച്ചു കഴിഞ്ഞാ അന്ന് വാ. അപ്പൊ ഇവിടെ തുടച്ച് വയ്യാണ്ടായി. ഒരു പണി എടുക്കുമ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. അത് നമുക്ക് പിറ്റേ ദിവസം മുറിച്ചാലും ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. അപ്പം ഞാനൊന്ന് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കട്ട ആയില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടട്ടെ അല്ലേ. അപ്പം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഗൈസ് എൻ്റെ ക്ഷമ കൂടുതലായതുകൊണ്ട് നമ്മുടെ പുഡിങ് തുറക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. ഇത് വരുന്നില്ലല്ലോ ദൈവമേ. ചിലവർ റെഡിയാവും, ചിലവർ റെഡിയാവില്ല. എൻ്റെ റെഡി ആയില്ല എന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല, ഭംഗിയിട്ടില്ലേ? അങ്ങനെ പറഞ്ഞ ആശ്വസിക്കാം ഗൈസ്. ഇനി ഞാൻ ടേസ്റ്റ് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഞാൻ തമിഴ്നാട് ഇടുന്നത് വേറെ ഫോട്ടോ ആവും. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ഫോട്ടോ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടാ വിടുക. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ഇതിനായിട്ട് നന്നായി ഉണ്ടാക്കണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. തമിഴിലിടുന്ന ഫോട്ടോ കണ്ടിട്ട് എന്നെ പ്രാവരുത്, എന്നെ തെറി പറയരുത് കമൻറ്റിലൂടെ. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഓ നൈസ്. മുറിക്കുമ്പോൾ സാധനം ഇങ്ങനെയാണ് മുറിക്കുക, നടു മുറിക്കുക അല്ലേ. നമുക്ക് ഇങ്ങനെ മുറിച്ച് നോക്കാം. ജസ്റ്റ് മുറിക്കുമ്പോഴൊക്കെ ഭംഗിയുണ്ട് കാണാൻ. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. അയ്യോ എന്തത് എന്തപ്പോ കഥ. കഴിച്ചു നോക്കട്ടെ. സാധനം സെറ്റാ, അടിപൊളി സാധനം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാണാൻ ഭംഗിയില്ലെങ്കിലും സാധനം ടേസ്റ്റ് ഉണ്ട്. പുഡിങ് അതിൻ്റെ വിഷമത്തിൽ ഞാൻ ഇവിടെ നാട് വിടാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്, ബൈ.